ഹൈ, ഷഹബാൻ ഖഫ്തർ. നമ്മളെ ബിസിനസിന്റെ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളെ കോമ്പറ്റേറ്റർ നമ്മളെ നൈബർ ആണെന്ന് വെക്കുക. രാവിലെ അദ്ദേഹം പോകുമ്പോൾ നമ്മളെ ഷോപ്പിന്റെ ചാവി കൂടി കൊടുക്കും അദ്ദേഹത്തിന്, എന്റെ ഷോപ്പ് കൂടി ഒന്ന് തുറക്കണേന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അദ്ദേഹം ബാങ്കിലേക്ക് ക്യാഷ് ഇടാൻ പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് കൊടുക്കും. നമ്മൾ എന്റെ ക്യാഷ് കൂടി ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിട്ട് ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മളെ കോമ്പറ്റേറ്റർ പ്രൈസിങ് നമ്മളെ ബിസിനസ്സിലേക്ക് കോപ്പി ചെയ്തത്? കെഫ്റ്റാന്റെ കാര്യം എടുക്കാം. ഞങ്ങൾക്കും സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഒന്ന് കൂട്ടാനോ എക്സ്പെൻസീവോ ഹെൽത്തി ആയ ഫുഡ് ആഡ് ചെയ്യാനോ പ്രീമിയം ആയിട്ട് ഞങ്ങളെ കസ്റ്റമർ ഒന്ന് ട്രീറ്റ് ചെയ്യാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന് ഒരു വാല്യൂ പോലും ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ ഇവിടുത്തെ പ്രൈസിങ്ങിന് സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? അപ്പുറത്തുള്ളവന്റെ കോമ്പറ്റേറ്ററെ പ്രൈസിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഞങ്ങളെ പ്രൈസിങ്ങിലേക്ക് വന്നപ്പോൾ ഓരോ ഫുഡിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പ്രീമിയം ആയിട്ട് കസ്റ്റമറെ കൂടുതൽ ശ്രദ്ധിക്കാനും വാല്യൂ ആഡ് ചെയ്യാനും തുടങ്ങി. വാല്യൂ എന്ന് പറഞ്ഞ ഒരു കാര്യം, ഇനി ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ഞങ്ങളെ എല്ലാ കസ്റ്റമറെയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ടീം നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. അതുകൊണ്ട് കോമ്പറ്റേറ്ററെ പ്രൈസിങ് നോക്കിയിട്ടല്ല നമ്മൾ പ്രൈസ് ഇടേണ്ടത്. നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ ഒരു പ്രൈസിങ് വേണം നമ്മളെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ. ഓക്കെ.